പാറമട അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. 2 തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. കൂറ്റൻ പാറച്ചീളുകൾ മാറ്റി ആ അപകട സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി തിരുവല്ലയിൽ നിന്ന് 27-അംഗ NDRF സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറും ഇപ്പോൾ സ്ഥലത്തെത്തി എന്ന വാർത്ത വരുന്നു. അപകട സ്ഥലത്തു നിന്നും സുജിത് സുരേന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. സുജിത്ത്, ഒരാൾ അപകടത്തിൽ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ് സുജിത്ത്? ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഈ അപകടം നടന്ന ആ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും പാറക്കഷ്ണങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയ ശരീരം ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ അറിയാൻ സാധിക്കുന്ന ഇവിടെയുള്ള ഈ ക്വാറിയുടെ പ്രവർത്തനത്തിന് അനുമതി ഉണ്ടെങ്കിലും അശാസ്ത്രീയമായ ഖനനമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ്. അത്തരം ആക്ഷേപങ്ങളും പരാതികളുമാണ് ഇവിടെ ഉയരുന്നത്. എന്താണ് ഈ രീതിയിൽ ഒരു അശാസ്ത്രീയമായ ഖനനമാണ് ഇവിടെ നടക്കുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത്? കൃത്യമായിട്ടും ഈ ഒരു തരത്തിലും നിയമത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഖനന സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി തന്നെ ഇവരുടെ ക്രഷർ യൂണിറ്റിൻ്റെ അടക്കം അനുമതി തീർന്നിട്ടുള്ളതാണ്. പക്ഷേ ആ തീർന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ പഞ്ചായത്തിന് കത്ത് കൊടുത്തിരുന്നു. ഞാൻ മുൻ പഞ്ചായത്ത് അംഗമാണ്. കത്ത് കൊടുത്തിരുന്നു. ഇതിൻ്റെ അനുമതി തീർന്നിട്ടുണ്ട്, നിങ്ങളത് നിർത്തിവെക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് അപേക്ഷ കൊടുത്തിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും നിലവിലുണ്ടായി. പഞ്ചായത്ത് പറയുന്നത് 2026 വരെ ഇവർക്ക് ഖനനാനുമതി ഉണ്ടെന്നുള്ളതാണ്. നിലവിൽ കോടതിയുടെ ഒരു ആനുകൂല്യം അനുസരിച്ച് 2026 ജനുവരി വരെ ഇവർക്ക് പാറ പൊട്ടിക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷേ ഇവിടുന്ന് പാറ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇവർ ക്രഷർ മെറ്റീരിയലാണ് ഇവർ കൊടുക്കുന്നത്, മെറ്റീരിയലടക്കമുള്ളത് കൊടുക്കുന്നത്. പക്ഷേ അത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി നിലവിലില്ല. അത് കൃത്യമായി പഞ്ചായത്തിൽ നമ്മൾ വിവരാവകാശ രേഖ കൊടുത്തതിന് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ക്രഷറിനുള്ള അനുമതിയില്ല, പാറ ഖനനത്തിനുള്ള അനുമതിയുണ്ട്, അങ്ങനെയാണോ? അതെ, നിലവിൽ പാറ ഖനനത്തിന് മാത്രം അനുമതിയുള്ളൂ. പക്ഷേ ക്രഷർ ഇത് മിറ്റിലാക്കിയോ പൊടിയാക്കിയോ കൊടുക്കാനുള്ള അനുമതി നിലവിൽ ഇവർക്ക് ഇല്ല. ഇവിടെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ? നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഞ്ചായത്തിന് കൃത്യമായി പരാതി കൊടുത്തിട്ടുള്ളതും. പക്ഷേ ആ പരാതിയിന്മേൽ ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല. ഈ പഞ്ചായത്ത് എന്താണ് പറയുന്നത്? ഈ പരാതി നിങ്ങൾ നൽകിയപ്പോൾ പഞ്ചായത്ത് എന്താണ് നിലപാട് സ്വീകരിച്ചത്? പഞ്ചായത്ത് കൃത്യമായി ഈ മാസം 3-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു തലത്തിലും അതിനെ ഇടപെടുകയോ അവർ വന്ന് കാണുകയോ നിർത്തിവെക്കാൻ സ്റ്റോപ്പമ്മ കൊടുക്കാനുള്ള നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഒരു 3 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ജാക്യാമറ മരിഞ്ഞ ഒരു സ്വദേശി മരിച്ചിരുന്നു. പക്ഷേ അതിലും ഒരു തരത്തിലുള്ള അന്വേഷണം പിന്നീട് ഉണ്ടായിട്ടില്ല. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇതിനു മുൻപും ഇവിടെ സമാനമായ രീതിയിൽ മറ്റൊരു രീതിയിലായാലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിൽ ഒരു മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഇപ്പോൾ വെളിപ്പെടുത്തിയത്. മാത്രമല്ല ഇവിടെ ഖനനത്തിനുള്ള അനുമതി മാത്രമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്, ക്രഷറിനുള്ള അനുമതിയില്ല. പക്ഷേ ഇവിടെ പാറ പൊട്ടിച്ച് മറ്റ് ഇടങ്ങളിലേക്ക് അല്ലാതെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപമാണ്. അതായത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് തന്നെയാണ് ഇവിടുത്തെ മുൻ ജനപ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത്. എന്നാലും ഇപ്പോൾ ഒരു മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരു ശരീരം കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് എപ്പോൾ ഏത് രീതിയിൽ ഇന്ന് തന്നെ അത് പുറത്തെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരുവല്ലയിൽ നിന്നുള്ള സംഘം എത്തിയതിനു ശേഷമാകും തീരുമാനിക്കുക. ഇപ്പോൾ പ്രത്യേകം റോപ്പ് ഈ അപകടം നടന്ന ഇതിന് എതിർവശത്തായിട്ടുള്ള ഭാഗത്ത്, ഉറപ്പുള്ള ഭാഗത്ത് റോപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ശ്രമമാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള റോപ്പുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റോപ്പുകൾ മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ താഴേക്ക് ഇറങ്ങി പാറ കഷ്ണങ്ങൾ മാറ്റി തകർന്നു കിടക്കുന്ന ഹിറ്റാച്ചിക്ക് മുകളിലുള്ള പാറ കഷ്ണങ്ങൾ മാറ്റിയ ശേഷം ശരീരം പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ സഹായിയായിട്ടുള്ള ആളുടെ ശരീരമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ ഹിറ്റാച്ചിക്ക് ഓപ്പറേറ്ററായിട്ടുള്ള ആൾ ഹിറ്റാച്ചിയിൽ തന്നെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് കരുതുന്നത്. അദ്ദേഹത്തിന് ആ വാഹനത്തിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ വീണപ്പോൾ ആ ഓപ്പറേറ്റർ ഒരു പക്ഷേ ആ പാറക്കഷ്ണങ്ങൾക്ക് അടിയിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ആ പാറക്കഷ്ണങ്ങൾ മാറ്റുമ്പോൾ നീക്കം ചെയ്താൽ മാത്രമാകും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാവുക. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു.